അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് ധാരാളം നിഅമത്തുകൾ അവൻ നൽകിയിട്ടുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു നിഅമത്താണ് എല്ലാ ദിവസം ഒരു 3 നേരം ഭക്ഷണം നമ്മൾ കഴിക്കുന്നു എന്നുള്ളത്. അത് വലിയൊരു നിഅമത്തായി പലപ്പോഴും നമുക്ക് കാണാത്തത് നമുക്കതിന് യാതൊരു ബുദ്ധിമുട്ടാവാത്തത് കൊണ്ടാണ്. എത്രയേ നമ്മൾ പ്രയാസമുണ്ട്, എത്രയേ ബുദ്ധിമുട്ടുണ്ട് എന്ന് നമ്മൾ പറഞ്ഞാലും നമുക്ക് 3 നേരത്തിൻ്റെ അന്നം ഇതുവരെ നമുക്ക് മുട്ടിയിട്ടില്ല. അങ്ങനെ ഒരു അവസ്ഥ അള്ളാഹു വരുത്തിയിട്ടില്ല. എത്ര കഷ്ടപ്പെട്ടാലും 3 നേരത്തിൻ്റെ ഭക്ഷണം കഴിക്കാനുള്ള വകുപ്പുകളൊക്കെ അള്ളാഹു നമുക്കുണ്ടാക്കിയിട്ടുണ്ട്. അതൊക്കെയും കിട്ടാത്തവർ, അതുണ്ടെങ്കിൽ പോലും ഭക്ഷണം കഴിക്കാൻ കഴിയാത്തവർ എത്രമാത്രം നമ്മുടെ മുമ്പിലുണ്ട്. അത് ചെറിയ വിഷയമൊന്നുമല്ല. അതൊന്ന് ചിന്തിക്കുകയാണെങ്കിൽ, അതൊന്ന് പഠിക്കുകയാണെങ്കിൽ അപ്പോൾ നമുക്ക് മനസ്സിലാകും ഈ ഭക്ഷണം കഴിക്കുക, എനിക്ക് ഭക്ഷണം കഴിക്കാൻ കഴിയുന്നുണ്ട് എന്നുള്ളത് അത് വലിയ മഹത്വമുള്ള വലിയൊരു അനുഗ്രഹമാണ് റബ്ബിൻ്റെത് എന്ന് നാം മനസ്സിലാക്കണം. അങ്ങനെ ഭക്ഷണം കഴിക്കുമ്പോൾ ആ ചിന്തയോടുകൂടെ ആയിരിക്കണം. അങ്ങനെ ഭക്ഷണം കഴിച്ചതിൻ്റെ ശേഷം ഒരു ഏറ്റവും ചുരുങ്ങിയത് റബ്ബാണ് നൽകിയത് എന്ന ചിന്തയോടുകൂടെ മനസ്സറിഞ്ഞ് റബ്ബിനോടൊരു ഹംദ് പറയാൻ നമ്മളെ കൊണ്ട് സാധിക്കണം. ഒരിക്കലും മറന്നു പോകരുത്. മറന്നു പോകുന്നത് വല്ലാത്തൊരു ധിക്കാരമല്ലേ? വളരെ ഗൗരവമുള്ളൊരു വിഷയമാണല്ലോ. ഒരു നേരം ഭക്ഷണം കഴിച്ച് അല്ലാഹുവിനെ മനസ്സറിഞ്ഞ് അല്ലാഹ് എനിക്ക് ഭക്ഷണം കഴിക്കാൻ എന്നെക്കൊണ്ട് സാധിപ്പിച്ചല്ലോ അല്ലാഹ് എന്ന് പറഞ്ഞ് മനസ്സറിഞ്ഞ് റബ്ബിനറിഞ്ഞ് അൽഹംദുലില്ലാഹ് എന്ന് പറയാൻ നമ്മളെ കൊണ്ട് കഴിയണം. അത് വലിയൊരു തൗഫീഖാണ്, ചെറിയ തൗഫീഖൊന്നുമല്ല. ഇതുമായി ബന്ധപ്പെട്ട് മുത്തനബിയുടെ ഹദീസിൽ പറയുന്നത് കാണാം, ഇന്നല്ലാഹ ലയർളാ അനിൽ അബ്ദി. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ അടിമയെ ഇഷ്ടപ്പെടും എന്ന് പറഞ്ഞ്, ആരെയാണ്, ഏത് അടിമയാണെന്ന് പറഞ്ഞ് അവിടെ പറയുന്നത് കാണാം. അതേ ഭക്ഷണം കഴിച്ച് മനസ്സറിഞ്ഞ് ഹംദ് പറയുന്ന അടിമയെക്കുറിച്ച് അല്ലാഹു ഇഷ്ടപ്പെടുമെന്ന് മുത്തുനബി പറയുന്നത് കാണാം. ഇവിടെ ചിന്തിക്കണം, ഭക്ഷണത്തിൻ്റെ ശേഷം ഹംദ് പറഞ്ഞാൽ എന്തെല്ലാം പ്രതിഫലമുണ്ടോ, എന്തെല്ലാം ശ്രേഷ്ഠതയുണ്ടോ, അതൊക്കെ ധാരാളം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ഹദീസിൽ എന്താണ് പ്രതിഫലം പറഞ്ഞത്? വേറെ ഒന്നുമല്ല, അള്ളാഹുവിൻ്റെ തൃപ്തിയാണ്, അള്ളാഹുവിൻ്റെ പൊരുത്തമാണ്. എന്താണ് സ്വർഗമോ അതൊന്നുമല്ല പറഞ്ഞത്. അത് ഭക്ഷണം കഴിച്ച് മനസ്സറിഞ്ഞ് റബ്ബിനോട് ഹംദ് പറയുന്ന അബ്ദിന് അള്ളാഹു നൽകുന്നത് അള്ളാഹുവിൻ്റെ റിളയാണ്, അള്ളാഹുവിൻ്റെ തൃപ്തിയാണ്, അള്ളാഹുവിൻ്റെ പൊരുത്തമാണ്. അത് ചെറിയ വിഷയമൊന്നുമല്ല. അള്ളാഹുവിൻ്റെ പൊരുത്തം കിട്ടുക, അള്ളാഹുവിൻ്റെ ഇഷ്ടം കിട്ടുക എന്ന് പറയുന്നത് അത് വലിയ എല്ലാ സുഖത്തിനേക്കാളും, എന്തിലേറെ പറയണം, സ്വർഗത്തിൽ അനുഭവിക്കുന്ന എല്ലാ സുഖത്തിനേക്കാളും വലിയൊരു സുഖമാണ് റബ്ബിൻ്റെ റിളാ, റബ്ബ് കിട്ടുക, അള്ളാഹു കിട്ടുക. ആർക്കാണ്? ഇത്തരക്കാർക്കാണെന്നല്ലേ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ഹദീസിൽ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. അല്ലാഹുവിൻ്റെ തൃപ്തി പറയുന്നത് ചെറിയ വിഷയമൊന്നുമല്ല. മറ്റൊരു ഹദീസിൽ, മറ്റൊരു സ്ഥലത്ത് ഹദീസുകളൊക്കെ പഠിപ്പിക്കുന്നത് കാണാം, സ്വർഗാവകാശികൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ധാരാളം നിഅമത്തുകൾ നൽകി അവർ സ്വർഗത്തിൻ്റെ സുഖങ്ങളൊക്കെ ഇങ്ങനെ അനുഭവിക്കുമ്പോൾ റബ്ബ് ഒരു ദിവസം അവരോട് ചോദിക്കുന്നു, നിങ്ങൾക്ക് വേണ്ടതുപോലെ നിങ്ങൾ സുഖിച്ചോ, വേണ്ടതുപോലെ നിങ്ങൾക്ക് കിട്ടിയോ, തൃപ്തിയായോ എന്ന് ചോദിച്ചപ്പോൾ അവർ പറയുന്നു, ഇനി തൃപ്തിപ്പെടാൻ എന്തുണ്ട് റബ്ബേ, അത്രമാത്രം സുഖമല്ലേ, അത്രമാത്രം റാഹത്തല്ലേ, അത്രമാത്രം നിഅമത്തല്ലേ ഈ സ്വർഗത്തിൽ എന്ന് പറയുമ്പോൾ അപ്പോഴാണ് അല്ലാഹു പറയാം, ഇതൊന്നുമല്ല സുഖം, ഇതൊന്നുമല്ല സുഖം, ഇതിനേക്കാൾ വലിയൊരു പ്രതിഫലമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അത്ഭുതത്തോടെ സ്വർഗാവകാശികൾ ചോദിക്കുകയാണ്, എന്താണ് അല്ലാഹ്? അപ്പോഴാണ് അല്ലാഹു പറയാം, എൻ്റെ റിളയാണ്, അതാണ് നിങ്ങൾക്ക് ഇനി കിട്ടാൻ പോകുന്നതെന്ന് പറയുമ്പോൾ സ്വർഗാവകാശികൾ എല്ലാ സുഖത്തിനും മറന്നുപോകുമെന്നും ഹദീസുകളിൽ വന്നത് കാണാം. നിങ്ങൾക്ക് ആ തൃപ്തിയാണ്, അത്ര വലിയൊരു റിളയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ചെയ്യുന്ന ഈ ചെറിയൊരു പ്രവൃത്തിക്ക് മുത്തുനബി നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്.
ആ പ്രവൃത്തി, ആ പ്രതിഫലം കിട്ടുന്നവരാകണം. നല്ല ആത്മാർത്ഥതയോടുകൂടെ റബ്ബിനെ ചിന്തിച്ചുകൊണ്ടും നല്ല മനസ്സോടുകൂടെ ഒരു അൽഹംദുലില്ലാ പറയാൻ നമ്മളെ കൊണ്ട് സാധിക്കണം. അതാണ് അല്ലാഹുവിന് ചെയ്യാവുന്ന ഏറ്റവും വലിയ ശുക്ർ. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.